കൂട്ടുകാരെ, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു കിഡിലൻ പാസ്ത റാപ്പ് റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ ബാക്കി വരുന്ന ചപ്പാത്തിയും പാസ്തയൊക്കെ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് വീറ്റ് പാസ്തയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാസ്ത വേണമെങ്കിലും എടുക്കാവുന്നതാണ്. കൂടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇഡ്ഡലി ചട്ടിയോ സ്റ്റീമറോ എടുക്കുക. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വേവിക്കാൻ വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്തകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ പാസ്തയ്ക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇഡ്ഡലിത്തട്ട് വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 മുട്ട വേവിക്കാൻ വെക്കാം. കൂടെ 2 തക്കാളി റഫായി കട്ട് ചെയ്തതും വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ അടുത്ത തട്ടും വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 സവാള 4ആയി കട്ട് ചെയ്തതും വെച്ച് കൊടുക്കാം. എരിവിനനുസരിച്ചുള്ള വറ്റൽമുളക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 4 എണ്ണമാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു കൈപ്പിടി നിറയെ കാഷ്യൂനട്ടും വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 15 to 20 അല്ലി വെളുത്തുള്ളിയും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മൂടിയിട്ട് അടച്ച് ഒരു 10 മിനിറ്റ് ആവി കയറ്റി എടുക്കാം. അങ്ങനെ ഇപ്പോൾ ആവി കയറി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ തട്ടായി ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അങ്ങനെ ഇപ്പോൾ അടിയിൽ വെച്ചിരുന്ന പാസ്ത നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സി ജാറിൽ നമ്മൾ ചൂടാറാൻ വെച്ചിരുന്ന തക്കാളിയും സവാളയും വെളുത്തുള്ളിയും കശുവണ്ടിയും വറ്റൽമുളകും ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായി ഒന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ബോയിൽ ചെയ്ത മുട്ടയുടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ തിളപ്പിച്ച് ചെറുതായി ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പം നല്ലതുപോലെ കുറുകി തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ വേവിച്ചെടുത്ത പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം.
അങ്ങനെ ഇപ്പോൾ അത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും പിന്നെ കട്ട് ചെയ്ത് വെച്ച മുട്ടയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതുപോലെ ചീസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചീസ് വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ടിത് നന്നായി ഒന്ന് ഇളക്കിയെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാനിവിടെ ഇത് വെച്ച് ഒരു റാപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഒരു പ്ലേറ്റിൽ ബാക്കി വന്ന ചപ്പാത്തിയോ അല്ലെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയ ചപ്പാത്തിയോ എടുക്കുക. അതിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാസ്ത കുറേശ്ശേ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് ഏത് വേണേലും വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ സ്ലൈസ് ചെയ്ത സവാളയും തക്കാളിയും കുറച്ച് ക്യാപ്സിക്കവുമാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. കെച്ചപ്പ് ഒഴിച്ചതിന് ശേഷം ഇത് 3ആയിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ എന്നിട്ടൊരു ബട്ടർ പേപ്പർ വെച്ച് ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മളുടെ പാസ്ത റാപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.